വകദാലിക അയ്ളൻ ഇതുപോലെ തന്നെയാണ് വീണ്ടും പറയാം. മാ യുർവ അന്ന റജുലൻ റിവായത്ത് ചെയ്യപ്പെട്ട ഒരു സംഭവം, ഒരു മാന്യൻ, ആരോ പേര് പറയുന്നില്ല, ഒരു മാന്യൻ ജാഅ ഇലാ ഖബരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനരികെ വന്നു. ഫശക്ക ഇലൈഹി, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി ബോധിപ്പിച്ചു. അൽ ജദ്ബ, വരൾച്ചയെക്കുറിച്ച്. ആമ റമാദ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ഉണ്ടായ ഒരു അസാധാരണമായ ഒരു വരൾച്ചയായിരുന്നു. വരൾച്ച കൊണ്ട് ഒരിറ്റു വെള്ളമില്ലാതെ പച്ചപ്പുള്ള എല്ലാം ഉണങ്ങി വരണ്ട് പൊടിയായി കാറ്റിൽ പറന്ന് എവിടെ നോക്കിയാലും ഒരു വെണ്ണീറിന്റെ നിറമില്ലാതെ മറ്റൊന്നും കാണാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ വർഷത്തിന് തന്നെ ചരിത്രം ആമുർ റമാദ എന്ന് പറയാൻ കാരണം. ആമുർ റമാദ വർഷത്തിൽ വരൾച്ച അതികഠിനമായ സന്ദർഭത്തിൽ ഒരു വ്യക്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടത്തിങ്കിൽ ചെന്നു. എന്നിട്ട് ഈ വരൾച്ചയെ സംബന്ധിച്ച് അവിടത്തോട് അവലാതി പറഞ്ഞു. ഫറആഹു വഹുവ യഉമുറുഹു, ഈ വ്യക്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടു. അൻ യഅതിയ ഉമറ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ചെല്ലാൻ. ഫയഉമുറഹു അൻ യഖ്റുജ ഫയസ്തസ്ഖിയ ബിന്നാസ്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് അദ്ദേഹത്തോട് ജനങ്ങളെ കൂട്ടി മൈതാനിയിൽ പോയി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്നതായി അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു. ഇങ്ങനെ നബി തങ്ങളുടെ ഖബറിടത്തിങ്ങൾ ചെന്ന് അവിടത്തോട് ആവലാതി പറയുകയും മഴയില്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്തപ്പോൾ അതിന് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ നിർദ്ദേശം നൽകിയ സംഭവം അതും തന്നെ ഫഇന്ന ഹാദാ ലൈസ മിൻ ഹാദൽ ബാബ്, ഈ അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്ന പട്ടികയിൽപ്പെടുന്നതല്ലാതെ. ഒമിസ്ലു ഹാദാ, ഇതുപോലുള്ള മഹാന്മാരായ ആളുടെ ഖബറുകൾ അരികെ ചെന്നുകൊണ്ട് അവരോട് സങ്കടം പറയലും ആവലാതി ബോധിപ്പിക്കലും ചെയ്യുമ്പോൾ അതിനവർ അവിടെ നിന്ന് പരിഹാരം നിർദ്ദേശിക്കുക എന്നത് യഖഉ കസീറൻ, ധാരാളമായി സംഭവിക്കാറുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ലീമൻ ഹുവ ദൂന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളാവണ്ട അതിനേക്കാളൊക്കെ എത്രയോ താഴെ പടിയിലുള്ള മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ഖബറിടത്തങ്ങൾ ചെന്ന് തങ്ങൾ ഈ അനുഭവപ്പെടുന്ന സങ്കടങ്ങളും ആവലാതികളും അവിടെ ബോധിപ്പിച്ചാൽ അതിനുള്ള പരിഹാരം അവരുടെ മാർഗത്തിൽ നിന്ന് നിർദ്ദേശിക്കുക എന്നത് ധാരാളം വരും. അതിന് തങ്ങളുടെ അത്രയും വലിയ പദവിയൊന്നും വേണ്ട, അതിനേക്കാളൊക്കെ താഴെയുള്ള മഹാന്മാരിൽ നിന്ന് വരും. നമുക്കറിയാമല്ലോ, മമ്പറത്ത് മഴയില്ലാത്ത സമയത്ത് കൊടിയെടുക്കാൻ പോകുക എന്ന് പറയുന്ന ഒരു നടപടിക്രമം മുൻകാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ വ്യാപകമായി ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്താൽ അതിന് പെട്ടെന്ന് പരിഹാരമുണ്ടാകലും ഉണ്ടായിരുന്നു. ഇതൊന്നും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. എന്നിട്ട് അദ്ദേഹം പറയാം, എനിക്കറിയാം, വ്യക്തിപരമായി എനിക്ക് തന്നെ അറിയാം, മിൻ ഹാദിഹിൽ വഖായി, ഇങ്ങനെയുള്ള സംഭവങ്ങൾ മഹാന്മാരായ ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളുടെ ഖബറിടങ്ങളിൽ ചെന്നുകൊണ്ട് അവരോട് അവലാദികളും സങ്കടങ്ങളും ബോധിപ്പിക്കുമ്പോൾ അവരതിന് പരിഹാരം നിർദ്ദേശിച്ചതായി കൊണ്ടുവന്ന ഒരുപാട് സംഭവങ്ങൾ എനിക്കറിയാം. കസീറൻ, ധാരാളം. അത് നിമിത്തങ്ങളുടേത് തന്നെ നിഷേധിക്കേണ്ട ആവശ്യമില്ല. അതിന് കീഴിൽ തന്നെയുള്ള ആളുകൾക്ക് സാധിക്കാമെന്നല്ല, എനിക്ക് തന്നെ അത്തരം ധാരാളം സംഭവങ്ങൾ നേരിട്ടറിയാമെന്ന് അദ്ദേഹം പറയുന്നു. വകദാലിക, ഇതുപോലെ തന്നെയാണ് സുആലു ബഅദിഹിം ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവരുടെ വഫാത്തിന് ശേഷം റൗള ശരീഫിങ്ങൾ ചെന്നുകൊണ്ട് ചോദിച്ചതായി. ഔലി ഗൈരിഹി മിൻ ഉമ്മത്തിഹി, അതല്ലാത്ത നബിതങ്ങളല്ലാത്ത തന്റെ ഉമ്മത്തുകളിൽപ്പെട്ട മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ശുഹദാക്കളുടെയൊക്കെ ഖബറിടങ്ങളിൽ ചെന്നുകൊണ്ട് ചോദിച്ചതായി. ഹാജത്തുഹു, തങ്ങളുടെ പല ആവശ്യങ്ങളും ഈ മഹാന്മാരായ ആളുകളുടെ ഖബറിടത്തിന്റെ ചെന്നുകൊണ്ട് ചോദിക്കുകയും ഫതുഖുലാലഹു, അത് മുഖേന അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുക എന്നത് അതും നിഷേധിക്കേണ്ട കാര്യമല്ല. ഫഇന്ന ഹാദാ ഖദ് വഖഅ കസീറ, ഇതും ധാരാളമായി സംഭവിച്ചിട്ടുണ്ട്. വലൈസ ഹുവ മിമ്മാ നഹ്നു ഫീ, നാം പറയുന്ന അന്ധവിശ്വാസം, അനാചാരം എന്ന പട്ടികയിൽ അത് പെടുന്നില്ല. മഹാന്മാർ, അള്ളാഹു ആദരിച്ച അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ പോലെയുള്ള മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിടങ്ങൾ ചെന്നുകൊണ്ട് സത്യവിശ്വാസികളായ മൂമിനുകൾ അവരുടെ ആവലാദികളും ആവശ്യങ്ങളും സങ്കടങ്ങളും അവരോടുന്നയിക്കുകയും അവർ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിർവഹിക്കുകയും ചെയ്യുക എന്നത് ധാരാളം ധാരാളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വലൈക അൻ തഅലമ, നീ മനസ്സിലാക്കണം, അന്ന ഇജാബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഈ ഉത്തരം ചെയ്തത് ഔ ഗൈറുഹു,
അല്ലെങ്കിൽ നബി തങ്ങളല്ലാത്ത മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ഉത്തരം ചെയ്യുന്നത്. ലിഹാഉലായി സ്വാലിഹീൻ, അവരുടെ കബറിടങ്ങളിൽ ചെന്ന് ചോദിക്കുന്ന ഈ സാധാരണക്കാരായ ആളുകൾക്ക് മഹാന്മാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കളും മൗലിയാക്കളും ഇവരുടെ ആവലാദികൾക്കും സങ്കടങ്ങൾക്കും ഉത്തരം നൽകുക എന്നത് ലൈസയുമായതുല്ലു അലസ്നഹിബാബി സ്വാൽ, ചോദ്യം ചോദിക്കലുണ്ട്, ചോദിച്ച ഉത്തരം തരലുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോയി ചോദിക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമൊന്നുമല്ല. പോകലുണ്ട്, ചോദിക്കലുണ്ട്, ചോദിച്ചാൽ കിട്ടലുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് അങ്ങനെ ഈ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ ചെന്നുകൊണ്ട് അവരോട് സങ്കടങ്ങൾ പറഞ്ഞ ആവശ്യങ്ങൾ ചോദിക്കണം എന്നൊരു പ്രത്യേക സുന്നത്തൊന്നുമില്ല. എന്തുകൊണ്ട്? ചിലപ്പോ ചോദിക്കണോ കൊടുക്കും, ചോദിക്കണമെങ്കിൽ ഇഷ്ടമില്ലാത്തവൻ ചിലപ്പം ചോദിക്കലുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഞ്ഞു മൂപ്പരെ ഇജ്തിഹാദാ പറയുന്നത് കേട്ടോ. ഫഇന്നഹു ഹുവൽ ഖായിലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്ന അഹദക്കും ലയസ്അലുനിൽ മസ്അല, ജീവിതകാലത്താ പറയുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പ്, ജീവിതകാലത്തും മരണശേഷവും അള്ളാഹു ആദരിച്ച മഹാന്മാരോട് തങ്ങളുടെ ആവശ്യപൂരണത്തിന് വേണ്ടി ആവശ്യപ്പെടുക, അപേക്ഷിക്കുക എന്ന് പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലത്തും മരണശേഷവും വ്യാപകമായി നടന്നുകൊണ്ടിരുന്നതാണ്. അതൊരു തെറ്റായ പ്രക്രിയയൊന്നുമല്ല. എന്നോട് നിങ്ങൾ ചിലർ വന്ന് പലതും ചോദിക്കും, ചോദിക്കുമ്പോൾ ഞാനത് നൽകും. ഒരു കാര്യം എന്നോട് വന്ന് ചോദിച്ചാൽ ഞാനത് നൽകും. പക്ഷേ ആ ചോദിച്ച സാധനം അവൻ വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ അവൻ കക്ഷത്തിടുക്കി പോകുന്നത് യഥാർത്ഥത്തിൽ എനിക്കിഷ്ടമില്ലാത്തതായതുകൊണ്ട് അത് നരകത്തെയാണെന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യം. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ചോദിക്കുക, ആവശ്യമില്ലാത്ത ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കാം. ഏതായാലും ഫഖാലു, അപ്പൊ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലായിട്ടുള്ളവരെ, എങ്കിൽ പിന്നെ ഫലമാ തുഅതീഹിം, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പിന്നെ ഓൽക്കെന്തിനാ കൊടുക്കുന്നെന്നാൽ ചോദിക്കുന്നവർക്ക് കൊടുക്കാന്നാ പോരെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഅബൂനില്ലാ യസ്അലൂനി, അവര് എന്നോട് ചോദിച്ച് അടങ്ങും, ചോദിക്കാൻ അവർ വിസമ്മതിക്കുന്നില്ല, എന്തായാലും അവർ ചോദിക്കും. എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു ലുബ്ധതയാണ്, പിശുക്കാണ്. പിശുക്ക് എന്ന സ്വഭാവം എന്നെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. അപ്പൊ എന്നോട് ചോദിച്ച ഏതൊരു കാര്യവും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഹറാമ് കൊടുക്കുന്നതാണോ, കുഫ്രിയത്ത് കൊടുക്കുന്നതാണോ? അതൊരിക്കലും അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരാൾക്ക് മുസ്ലിമാകാൻ സാധ്യമല്ല. മറിച്ച് ചോദിക്കുന്ന കാര്യം ഹലാല് തന്നെ, ചോദിക്കാം, അനുവദനീയമാണ്. ചിലപ്പോൾ ചോദിക്കാതിരിക്കലായിരിക്കും കൂടുതൽ നല്ല ചോദിക്കുന്നതിനേക്കാൾ. അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ ചോദിക്കൽ അനുവദനീയമാണ്, ഹലാലാണ്. പക്ഷേ എങ്കിൽ പോലും ചോദിക്കാതിരിക്കലായിരിക്കും നല്ലത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചോദിക്കാതിരിക്കലാണ് നല്ലത് എങ്കിൽ പിന്നെ ചോദിക്കരുത് എന്ന് പറയാതെ, നിഷേധിക്കാതെ നിരുത്സാഹപ്പെടുത്തും. അങ്ങനെ പലപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചോദിച്ചത് കൊടുത്തിട്ട് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിരുത്സാഹപ്പെടുത്തും. അത് ഹറാമായതുകൊണ്ടല്ല, ഉപേക്ഷിക്കലാണ് നല്ലത് എന്നത്. അതേ സമയത്ത് തെറ്റായ, അനിസ്ലാമികമായ, നിഷിദ്ധമായ എന്ത് കാര്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചാലും അതപ്പോൾ അതിനെ വിരോധിക്കുകയും അതിനെ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി താക്കീത് ചെയ്യുകയും ചെയ്യുക എന്നത് നബി തങ്ങളുടെ മേൽ ഫർളായ കടമയോ. ഇവിടെ ദീൻ പഠിപ്പിക്കാൻ വന്ന ആളല്ലേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ദീനിൽ വിരോധിക്കപ്പെട്ട തെറ്റായ ഒരു കാര്യം തന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരാളിൽ നിന്നിട്ട് കണ്ടാൽ ആ സെക്കൻഡിൽ അതിനെ ഇല്ലായ്മ ചെയ്യുകയും അതിനെ നിരോധിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന നബി തങ്ങളുടെ ദഅവത്തിന്റെ ഒരു നിർബന്ധമായ ഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പൊ അതല്ല, ചോദിക്കാൻ അനുവദനീയമാണ്. അനുവദനീയമായതോടുകൂടി തന്നെ ചോദിക്കുകയും ചോദിക്കാതിരിക്കുകയും ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളിൽ ചിലത് ചോദിക്കാതിരിക്കലായിരിക്കും നല്ലത്. അവിടെ ചോദിച്ചാൽ അവർക്ക് കൊടുക്കും, അത് സന്തോഷത്തോടു കൂടിയായിരിക്കില്ല. കാരണം എന്താ, അത് ഉത്തമമല്ലാത്തത് കൊണ്ടാ. എന്നാൽ അനുവദനീയമായതുകൊണ്ടാണ് വിരോധിക്കാത്തത്. ഇങ്ങനെ വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് മൂപ്പരെ സ്വന്തം ഇജ്തിഹാദാണ് വിഷയത്തിൽ. ഇജ്തിഹാദ് ശരിയാവാം, തെറ്റാകാൻ രണ്ടും വരാം എന്നല്ല. വഅക്സറു ഹൗലാഇ സായിലീൻ, ഇങ്ങനെ ഈ മഹാന്മാരോട്, അമ്പിയാക്കൾ ഉൾപ്പെടെയുള്ള മഹാന്മാരോട് ചോദിക്കുന്ന ഈ ആളുകളിൽപ്പെട്ട അധിക പേരും അൽ മുൽഹീന, കീർത്തിച്ച് നിറഞ്ഞ വാശി പിടിച്ച് വിട്ടുപോകാത്ത നിലക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആളുകള് ലിമാഹും ഫീഹി മിനൽ ഹാലി, അവരുടെ അവസ്ഥ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് നിറവേറി കിട്ടിയേ മാറ്റൂ. ഒരു നിർബന്ധിത അവസ്ഥയിൽ അവർക്ക് മറ്റൊരു നിവൃത്തി അവരുടെ മുന്നിൽ കാണുന്നില്ല. അതുകൊണ്ട് അവരുടെ ആ പ്രത്യേക അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് അവർ വാശി പിടിച്ച് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ലൗലം യുജാബു, അവർക്ക് ഇങ്ങനെയുള്ള മഹാന്മാർ, നബിമാർ, ഔലിയാക്കൾ, സഹായപ്ലിഹ്യങ്ങൾ
ഇതിന് മറുപടി നൽകിയിട്ടില്ലെങ്കിൽ, ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ലത്തറബ ഈമാനും, അവരുടെ ഈമാൻ തന്നെ തകരാറായി പോവും. എനിക്ക് ഏക ആശ്രയ കേന്ദ്രം തിരുനബി തങ്ങളാണ്, അല്ലെങ്കിൽ ഈ ഔലിയാക്കന്മാരാണെന്ന് മനസ്സിലാക്കി അവിടെ ചെന്ന് ഇയാൾക്ക് മറ്റൊരു നിവൃത്തിയും മുന്നിൽ കാണാത്തപ്പം അവരോട് നിർബന്ധിപൂർവ്വം ആവർത്തിച്ച് ചോദിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇതൊക്കെ വെറുതെ തട്ടിപ്പാണ്, ഇവരൊക്കെ നമ്മളെപ്പോലെ തന്നെ, അവർക്ക് എന്ത് പ്രത്യേകത എന്ന് പോവും. അങ്ങനെ വന്നാൽ അവരുടെ ഈമാൻ തകരാറാവുമല്ലോ. പിള്ള ഈമാൻ പോകണ്ടെന്ന് എഴുതിയിട്ട് കൊടുക്കുകയാണ്. ഈമാൻ തകരാറാകരുത്, ഉള്ള ഈമാൻ നിലനിൽക്കട്ടെ. അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും ഇതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല. അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കുള്ള സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ സാധാരണക്കാരത് ഒഴിവാക്കുകയായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത്. പക്ഷെ അവർ ഒഴിവാക്കാൻ തയ്യാറല്ല. അഥവാ ഇവർക്ക് ഉത്തരം കൊടുത്തില്ലെങ്കിൽ അവരുടെ ഈമാൻ തന്നെ തകരാറായി പോകും എന്നതുകൊണ്ടാണ് കമാ അന്ന സായിലീന ലഹു ഫിൽ ഹയാത്തി, ജീവിതകാലത്ത് തന്നെ അങ്ങനെയാണ്. വിധങ്ങളുടെ ചെന്ന് ചോദിക്കുന്നവർ കാനും കദാലിക്ക് അങ്ങനെയായിരുന്നു ചിലര്. അവർക്ക് നല്ലോണം കിട്ടിയാൽ നല്ല ഈമാനാവും, നല്ല മൂമിനാവും. കിട്ടാനുള്ള ഈമാൻ തന്നെ തകരാറാവും. അങ്ങനത്തെ ചില ബലഹീനമായ ഈമാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു ചെന്ന് ചോദിക്കുന്നത്. വഫീഹിം മന്നുജീബ, അങ്ങനെ അക്കാലത്ത് ചോദിച്ചവരിൽപ്പെട്ടവർ ചോദിച്ചവന് ഉത്തരം കൊടുത്തു, അവർക്ക് പരിഹാരമായി കൊടുത്തു. ഉമറ ബിൽ ഖുറൂജ് മിനൽ മദീന, ഇവൻ മദീനയിൽ താമസിക്കാൻ പറ്റില്ല, പുറത്തുണ്ടാക്കാൻ പറഞ്ഞ സംഭവം വരെ ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒരു കാര്യം സത്യം, എന്നാലും ഇത് ചോദിക്കൽ ജായിസ് തന്നെയാണ്. ജായിസ് ആയതുകൊണ്ടാണ് നബി തങ്ങൾ അതിന് ഉത്തരം ചെയ്തത്. പക്ഷേ ഉത്തമമല്ലാത്തത് കൊണ്ട് നിരുത്സാഹപ്പെടുത്തി എന്നല്ലാതെ ഇത് അനിസ്ലാമികമാണെന്നോ ഷിർക്കിലേക്ക് കൂട്ടുന്നതാണെന്നോ കുഫ്രിയത്തിലേക്ക് എത്തിക്കുന്നതാണെന്നോ തെറ്റാണെന്നോ പറയാൻ നിവൃത്തിയില്ല. പ്രോത്സാഹനജനകമായതുമുണ്ട്, ചിലതൊക്കെ അല്ലാത്തതുമുണ്ട്. എങ്കിൽ പോലും എല്ലാം അനുവദനീയം എന്ന പട്ടികയിൽപ്പെടുത്തുന്നത് തന്നെയാണ്. ഫൈഹാദൽ ഖദ്റു, ഇത്രയും കാര്യങ്ങൾ ചോദിച്ചതിന് ചിലപ്പം മറുപടി നേരിട്ട് പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ അതിന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്തു, അത് അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെയൊക്കെ ഇതാ വക്ക, ഇത് സംഭവിച്ച യക്കൂനു കറാമത്തൻ ലി സാഹിബിൽ ഖബർ, ആ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരാരോ അവരുടെ കറാമത്താണ്. അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ കാര്യം നാദിച്ചു കിട്ടുക എന്ന് പറയുന്നത് ആ മഹാന്മാരുടെ കറാമത്താണ്. അമാ ഇന്നഹു യദുല്ലു അലാ ഹുസ്നി ഹാലിസായിലി, ചോദിക്കുന്ന നന്ന് അയാളുടെ ഉഷാറോടെ, ചോദിക്കുന്ന ആളുടെ ആത്മാർത്ഥത കൊണ്ടാണ് കിട്ടിയത് എന്ന് ഫല, അത് പറയാൻ പാടില്ല. ചോദിക്കുന്ന ആളുടെ ആത്മാർത്ഥത കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രത്യേക അവസ്ഥ കൊണ്ടിട്ട് കിട്ടിയതാണ് എന്ന് വിചാരിക്കണ്ട. മറിച്ച് ആ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നബിമാർ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ പോലെയുള്ള മഹാന്മാരുടെ കറാമത്താണ് ഈ പ്രത്യക്ഷപ്പെട്ടത്. അത് ഖബറിൽ കിടക്കുമ്പോഴും അവർക്ക് കറാമത്തുണ്ട്. ആ കറാമത്ത് പ്രത്യക്ഷപ്പെടലും നടപ്പിലാകലും ഉണ്ട്. ഫലാ ഫർഖ ബൈന ഹാദാ വഹാദാ, നബി തങ്ങളുടെ ഖബറിടമാവട്ടെ മറ്റൗലിയാക്കന്മാരുടെ ഖബറിടമാവട്ടെ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഒക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാരുടെ ഇഷ്ടദാസന്മാർ അള്ളാഹു തആല അവർക്ക് വാഗ്ദാനം ചെയ്തതായ അസാധാരണമായ മാർഗത്തിലൂടെയുള്ള സഹായങ്ങളും കഴിവുകളും നൽകുമെന്ന് പറഞ്ഞത് അതവർ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോഴും സാധാരണയായി നടക്കാറുണ്ട്. വകദാലിക, ഇങ്ങനെ തന്നെ മായദ്കറു മിനൽ കറാമാത്തി വഖവാരിഖിൽ ആദാത്തില്ലത്തി തൂജദു ഇൻദ ഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ, ധാരാളം ചുരുക്കി പറയാം. വകദാലിക, ഇതുപോലെ തന്നെ മായദ്കറു പറയപ്പെടുന്നതായി ചരിത്രങ്ങളിൽ കാണാം. മിനൽ കറാമാത്തി, കറാമത്തുകളിൽ നിന്നും, വഖവാരിഖിൽ ആദാത്ത്, ഖവാരിഖുൽ ആദാത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ സംഭവങ്ങളും, അല്ലത്തി തൂജദു ഇൻദ ഖുബൂരിൽ അംബിയാ, പ്രവാചകന്മാരുടെ ഖബറിടങ്ങളിൽ അങ്ങനെ പല കറാമത്തുകളും പല അസാധാരണ സംഭവങ്ങളും ഉണ്ടാവും. വസ്സാലിഹീൻ, നബിമാർ മാത്രമല്ല മറ്റു സ്വാലിഹീങ്ങളുടെയും ഖബറിടങ്ങൾ ഉണ്ടാകാം. ഏതുപോലെ മിസ്ല നുസൂലിൽ അംവാർ, ചില ഖബറിടത്തിൽ പ്രത്യേകമായ പ്രകാശം ഇറങ്ങുന്നതായി കാണാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായിട്ട് മറമാടിയെടുത്ത് രാത്രിയായാൽ നേരം പുലരുന്നതുവരെ സൂര്യപ്രകാശം പോലത്തെ ഒരു പ്രത്യേക പ്രകാശം ആ ഖബറിൽ നിന്നും വെൾപോട്ടുയരുന്നതായി ഒരു മാസക്കാലം വരെ തുടർച്ചയായിട്ട് കാണുമായിരുന്നു. ഈ അത്ഭുതം കണ്ടിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആ ഖബറിടങ്ങൾ വരികയും ഈ അത്ഭുതം നേരിൽ ദർശിക്കുകയും മഹാനവറുകളുടെ തിരുസന്നിധിയിൽ വെച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ബുഖാരി ഇമാമിന്റെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. മഹാന്മാരായ അംബിയ ഔലിയാക്കന്മാരുടെ ഖബറിടങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാം. വൽ മലായിക്കത്തി ഇൻദഹാ, ഇങ്ങനെയുള്ള ഖബറിടത്തുകൾ അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകുക എന്നതും അതവരുടെ കറാമത്തിന്റെ ഭാഗമാണ്. വതവഖ്ശയാതീൻ, പിശാചുക്കൾ അവിടെ ഒരു സ്വാധീനവുമില്ല. അവിടെ എത്തിയ പിശാച് പുറം കാണിക്കും. അങ്ങനെ എപ്പോഴും ഉണ്ടല്ലോ ചില മഹാന്മാരുടെ ഖബറിടത്തുങ്ങൾക്ക് ശൈത്താൻ രോഗം ബാധിച്ച ആളുകളെ
ചികിത്സാർത്ഥം കൊണ്ടുപോയ ഒരു നിശ്ചിത ദൂരത്തെത്തിയ പിന്നെ അങ്ങോട്ട് കടന്നാൽ പിന്നെ ആൾക്ക് ശൈത്താനുമില്ല, സുഖേടുമില്ല, വരാന്തുമില്ല, ഒന്നുമില്ല.